என்னோட ஜிம்ல பாருங்க ஏசி இல்ல ஃபேன் இல்ல. நீங்க எங்காச்சும் பாருங்க ஏசியும் கிடையாது ஃபேனும் கிடையாது. பண்றதே வெயிட் லாஸ்க்காக தான். ஸ்வெட் வரணும் வெளியே வந்து. ഹായ് ഫ്രണ്ട്സ്, ഈ വേർക്കുന്നതും ഫാറ്റ് ലോസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് നിങ്ങൾക്കും ഡൗട്ടില്ലേ? നിങ്ങൾക്ക് മാത്രമല്ല പലർക്കും ഡൗട്ട് ഉണ്ട്. പലരും ചിന്തിക്കുന്ന വെച്ചാൽ വേർക്കുമ്പോഴാണ് ഫാറ്റ് ലോസ് സംഭവിക്കുന്നത്. അപ്പൊ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ റൂമിൽ നല്ല ചൂടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ ചൂടിന് മറികടക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്നുകിൽ എ സി ഇടും അല്ലെങ്കിൽ ഫാൻ ഇടും. കറക്റ്റ്. അതേപോലെ നിങ്ങളുടെ ബോഡി അധികമായി ചൂടാകുമ്പോൾ അതിനെ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ എത്തിക്കാൻ അധികമായിട്ട് വേർക്കുന്നു. ആ വേർക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഹീറ്റ് പുറം തള്ളുകയും നോർമൽ ടെമ്പറേച്ചറിൽ ബോഡി എത്തിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഗ്ലാൻസ് ചെയ്യുന്നത്. അതുമായിട്ട് ഫാറ്റ് ലോസിന് ഒരു ബന്ധവുമില്ല. അപ്പൊ നിങ്ങൾ എന്താ വേണ്ട വെച്ചാൽ റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഞാൻ പറയുന്നില്ല എ സി നല്ല രീതിയിൽ കൂട്ടി വെക്കണം, എല്ലാ ഫാനും ഓൺ ആക്കി ഇടണം എന്നല്ല പറയുന്നത്. നിങ്ങൾ ഒരു ഫാറ്റ് ലോസ് ജേണിയിലാണെങ്കിലും വെയിറ്റ് ഗെയിൻ ജേണിയിലാണെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ ഒരു അധികമായി വേർത്തത് കൊണ്ട് അവിടെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ ഹാർഡ് വർക്ക് പ്ലസ് നിങ്ങളെ ഡെഡിക്കേഷനിലാണ്. അതായത് നിങ്ങൾ വർക്കൗട്ടും നല്ല രീതിയിൽ റെസ്റ്റും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അധികമായി വേർക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു, പ്ലസ് ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ് ഉണ്ടാകുന്നു. ആ സമയങ്ങളിൽ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം അതേപോലുള്ള ഇലക്ട്രോലൈറ്റ് കുറയുമ്പോൾ ഇറഗുലർ ആയിട്ടുള്ള ഹേർട്ട് ബീറ്റും, തലചുറ്റല്, ഇൻബാലൻസ്, നല്ല ക്ഷീണം, ആ സമയം തലചുറ്റി ഏതെങ്കിലും മെഷീനിൽ തട്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിങ്ങൾ കംഫർട്ടബിൾ അനുസരിച്ച് റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അധികമായി വേർത്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന നിങ്ങളെ ആശാനും നിങ്ങളെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. അപ്പോ കോച്ച് കേക്കിനെ ഫോളോ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.